My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. നോൺ-ഡൊമസൈൽ ടാക്സ് സിസ്റ്റം UK-യിൽ അബോളിഷ് ചെയ്യുന്നത് വഴി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ്. UK-യിൽ ഏറ്റവും കൂടുതൽ നോൺ-ഡൊമസൈൽ സിസ്റ്റം ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാരാണ്. കാരണം UK-യിൽ താമസിക്കുകയും ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളും ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകം UK-യിൽ റെമിറ്റൻസ് ബേസിൽ ടാക്സ് കൊടുത്താൽ മതിയെന്നുള്ളത് ഇനി മാറാൻ പോവുകയാണ്. 2023 HMRC വേൾഡ് വൈഡ് ഡിസ്ക്ലോഷറിലൂടെ എല്ലാവരെയും ഇത് ട്രാക്ക് ചെയ്തപ്പോൾ ഇതുമൂലം 2023 8.9 ബില്യൺ പൗണ്ടാണ് HMRC കളക്ട് ചെയ്തിരിക്കുന്നത്. പുതിയ ലേബർ ഗവൺമെൻറ് നോൺ-ഡൊമസൈൽസ് ടാക്സ് സിസ്റ്റം അബോളിഷ് ചെയ്യുമെന്ന് അവരുടെ മാനിഫെസ്റ്റോയിൽ പറയുകയും ഇതുവഴി UK-യിൽ താമസിക്കുന്ന ഹൈ റിച്ച് ആയിട്ടുള്ള മില്യനേഴ്സ്, മറ്റ് ബിസിനസ്സുകാർ അവർ മറ്റ് രാജ്യങ്ങളിൽ ഏൺ ചെയ്ത വരുമാനത്തിന് UK-യിൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഹൈ റിച്ച് ആയിട്ടുള്ള ടാക്സ് പേഴ്സിന് മറ്റ് പല കൺട്രികളും ആനുവൽ ബേസിൽ ടാക്സ് കൊടുത്താൽ മതിയെന്നിരിക്കെ UK-യിൽ നോൺ-ഡൊമസൈൽ ടാക്സ് സിസ്റ്റം അബോളിഷ് ചെയ്യുന്നത് വഴി വലിയ ധനികരായിട്ടുള്ളവരും മറ്റ് രാജ്യങ്ങളിൽ ബിസിനസ് ഉള്ളവരും ഈ ഓപ്പർച്യൂണിറ്റി എടുക്കുകയും, ഉദാഹരണമായിട്ട് ഇറ്റലിയിൽ താമസിക്കുന്ന ഇതേ സ്റ്റാറ്റസ് ഉള്ള ടാക്സ് പേയേഴ്സ് അവരുടെ ഇൻകം മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ആനുവൽ ഫീസായിട്ടുള്ള $1,00,000, അതായത് ഏകദേശം 85,000 പൗണ്ട് കൊടുത്താൽ അവർക്ക് ഈ ടാക്സിൽ നിന്ന് ഒഴിവാകും. ഈ കാരണങ്ങൾ കൊണ്ട് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും മറ്റ് രാജ്യങ്ങളിൽ വരുമാനമുള്ളവർ UK പ്രിഫർ ചെയ്യുന്നതിന് പകരം ഇറ്റലിയോ മറ്റു രാജ്യങ്ങളിലോ പോകുമെന്ന് എക്സ്പേർട്ടുകൾ വാൺ ചെയ്തു കഴിഞ്ഞു. പുതിയ ചാൻസലറായിട്ടുള്ള റേച്ചൽ റീവിസ് നോൺ-ഡൊമസൈൽ ടാക്സ് അബോളിഷ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന 8.9 ബില്യൺ പൗണ്ട് NHSൻ്റെ ഫെസിലിറ്റി അപ്ഗ്രേഡ് ചെയ്യുവാനും വെയിറ്റിംഗ് ടൈം കുറയ്ക്കുവാനും ഉപകാരപ്പെടുമെന്ന് അഭിപ്രായപ്പെടുന്നു. ലേബറിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ് നോൺ-ഡൊമസൈൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഓഫ് ഷോർ ട്രസ്റ്റ് വഴി ഇൻഹെറിറ്റൻസ് ടാക്സ് അവോയ്ഡ് ചെയ്യുന്ന സിസ്റ്റവും അബോളിഷ് ചെയ്യുമെന്ന് അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും UK-യിൽ നോൺ-ഡൊമസൈൽ സ്റ്റാറ്റസ് അബോളിഷ് ചെയ്യുന്നത് വഴി ഇത് എല്ലാ ഇന്ത്യക്കാരെയും ബാധിക്കുന്നു. ഇതുവഴി നാട്ടിലുള്ള വരുമാനത്തിന് ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുന്നതാണെങ്കിലും പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ഇൻഹെറിറ്റൻസ് ആയിട്ടുള്ള കിട്ടിയ പ്രോപ്പർട്ടി ആണെങ്കിലും UK-യിൽ താമസിക്കുന്നവർ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. UK-യിൽ ഇന്ത്യക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോൺ-ഡൊമസൈൽ സ്റ്റാറ്റസ് ഉപയോഗിക്കുന്നത് അമേരിക്കൻസ് ആണ്. ഒക്ടോബർ 18 നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ UK ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി UK-യിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുവാനും ടാക്സ് സിസ്റ്റത്തെ പറ്റി മനസ്സിലാക്കാനും അവസരം കിട്ടുന്നതാണ്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.